സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നുണ്ടോ? അതിനുവേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും എനിക്ക് ധാരാളം നന്ദി ഉണ്ട്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് വാഴയ്ക്ക. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയും, നമ്മുടെ നാട്ടിൽ ഇതിനെയൊക്കെ മൊന്തങ്ക എന്ന് പറയും. ഇതിട്ട് ഇതിലൊരു വാഴയ്ക്ക ഇട്ട് ഒരു കറി വെക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതിനെ എരിശ്ശേരി എന്ന് പറയും. അങ്ങനെ ഈ മൊന്തം വാഴയ്ക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും കാണുന്നേ. ഞാൻ ഇതിൽ നിന്ന് ഒരു മൊന്തങ്കായ എടുത്ത് തോട് ചെത്തി ഈ സൈസ് പീസായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിനെ കുക്കറിലേക്ക് കഴുകി മാറ്റുന്നു. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഗ്യാസ് പ്രോബ്ലം ഇല്ലാതിരിക്കാനാണ്. ചേർക്കുന്നു. ഇച്ചിരി കല്ലുപ്പ് ചേർക്കുന്നു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. ഇനി ഇത് വേകുന്നതിന് ആവശ്യമുള്ള, കൂടിപ്പോകാൻ പാടില്ല, ആവശ്യമുള്ള വെള്ളം മതിയാവും ചേർത്ത് ഗ്യാസിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ്. 3 വിസിൽ വരെ. ഇത് 2 വിസിലാണ് വന്നിട്ടുള്ളത്. ആകെ നല്ലതുപോലെ വെന്തു. ചെറുതായിട്ട് ചെറിയ പീസസ് കിടക്കുന്നുണ്ട്. വെന്ത പീസസാണ്. എല്ലാം പായസം പോലെ ആയാൽ അത് ടേസ്റ്റ് കാണില്ല. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, മുളക് പൊടി, ജീരകം എന്നിവ ഒന്ന് ഒതുക്കി ചേർക്കുന്നു. കുറച്ച് കട്ടിയായിപ്പോയി. ഇതിലേക്കൊരു ഇച്ചിരി ചൂടുവെള്ളം ഇത്തിരി ചൂടുവെള്ളം. ഉപ്പ് ആദ്യം ചേർത്തത് തന്നെ നോക്കിയിട്ട് വേണമെന്ന് ചേർക്കാം. ഇതിനെ നന്നായിട്ട് ഉടച്ച് ഒന്ന് ചെറു ചൂടാക്കിയിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. ഈ എരിശ്ശേരി ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി നല്ല കട്ടി ഇതാക്കി. ഇനി ഇതിനെ കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് വറ്റൽമുളക്, കടുക് ഇട്ട് ഇതിൽ തേങ്ങ, ഉഴുന്ന് ഇത്രയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കടുക് താളിക്കുന്നതിന് വേണ്ടി. ഒന്ന് ചുവന്നതിന് ശേഷം എരിശ്ശേരിയിലേക്ക് ഒഴിക്കും. തേങ്ങയും ഉഴുന്നും മുളകും എല്ലാം നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എരിശ്ശേരിയിലേക്ക് ഒഴിക്കാം. എല്ലാം ഇതുപോലെ ഒഴിക്കട്ടെ. അങ്ങനെ കടുക് വറുത്ത എരിശ്ശേരി റെഡിയായി. വളരെ നല്ല ഒരു കറിയാണ്. ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല ഒരു കറിയാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.